Kerala and Karnataka, the glow of purity. പടച്ചവരെ ഞങ്ങളുടെ പാപങ്ങൾ നീ പുറത്തുതാ തമ്പുരാനെ. അല്ലാഹുവേ പടച്ചവരെ ഞങ്ങളുടെ മാതാപിതാക്കളിൽ മരണപ്പെട്ടു പോയി അവരുടെ മണ്ണറ നീ മണിയറയാക്കണേ അല്ലാ. അവരുടെ ഖബർ വിശാലമാക്കണേ അല്ലാ. സ്വർഗ്ഗപൂങ്കാവനമാക്കണേ അല്ലാ. സ്വർഗത്തിന്റെ കവാടം തുറന്നു കൊടുക്കണേ തമ്പുരാനെ. സ്വർഗത്തിന്റെ വിരിപ്പ് വിരിച്ചു കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളുടെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾ നീ പുറത്തുതാ തമ്പുരാനെ. തമ്പുരാനെ മാതാപിതാക്കളിൽ മരണപ്പെട്ടു പോയി അവരുടെ മണ്ണറ നീ മണിയറയാക്കണേ അല്ലാ. അവരുടെ ഖബർ വിശാലമാക്കണേ അല്ലാ. സ്വർഗ്ഗപൂങ്കാവനമാക്കണേ അല്ലാ. സ്വർഗത്തിന്റെ കവാടം തുറന്നു കൊടുക്കണേ തമ്പുരാനെ. സ്വർഗത്തിന്റെ വിരിപ്പ് വിരിച്ചു കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളുടെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് നീ ആഫിയത്തും ദീർഘായുസും നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ വേണ്ടി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടി നിയന്ത്രിക്കുന്നതിന് വേണ്ടി ബഹുമാനായ ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ മാനാജി സാഹിബിനോട് അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നൽകിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്ക് ഉപസരിക്കുന്നു. നിങ്ങൾക്ക് നന്ദി. അസ്സലാമു അലൈക്കും. സൈഡിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ കാസർഗോഡ് ജില്ലയിലെ പലരും നേതാക്കന്മാരും അപ്പോൾ അദ്ദേഹം എന്നോട് പലപ്പോഴും പറയാം, എന്നോട് വലിയ സ്നേഹമായിരുന്നു. ഞങ്ങളുടെ കമ്മിറ്റിയിൽ എല്ലാത്തിനും എന്നോടാണ്. അപ്പം ചിലപ്പോൾ എന്നോട് പറയും ഇങ്ങനെ ഇവർ കണ്ട സ്ഥാനത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അന്ന് ജില്ലാ കമ്മിറ്റിയിൽ ഞങ്ങളെല്ലാവരും വിളിച്ചു. എല്ലാവരും മലപ്പുറത്തേക്ക് വിളിച്ചു. കാസർഗോഡ് മുസ്ലിം സംയുക്ത ജമാഅത്തിൻ്റെ പ്രസിഡന്റായിരുന്നു. STUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റായിരുന്നു. അതുപോലെ മോട്ടോർ ഇന്ത്യൻ അദ്ദേഹത്തെക്കുറിച്ച് പറയാനുണ്ട്. നമുക്കറിയാം, ആർജവത്തോടുകൂടി ദീർഘകാലം ഈ സംഘടനയെ നയിച്ചു. പ്രസിഡന്റായും അതുപോലെ ജനറൽ സെക്രട്ടറിയായും എല്ലാം തന്നെ ഈ കാസർഗോഡ് ജില്ലയിൽ മുസ്ലിം ലീഗിന് നേതൃത്വം കൊടുത്ത അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ നമുക്കൊരിക്കലും തന്നെ വിസ്മരിക്കാൻ കഴിയില്ല. സംഘടനയിൽ അദ്ദേഹം കാണിച്ച നമുക്ക് ഒരിക്കലും തന്നെ മറക്കാൻ കഴിയില്ല. അദ്ദേഹം കേരള മന്ത്രിസഭയിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയായിരുന്നു. അതുപോലെ തന്നെ ആ ഘട്ടങ്ങളിലും അദ്ദേഹം ഏറ്റവും നല്ലൊരു മന്ത്രി എന്ന നിലയിൽ അദ്ദേഹം ഈ നാടിനും നമ്മുടെ സമൂഹത്തിനും ഒട്ടേറെ പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് അദ്ദേഹം ഏറ്റവും നല്ല മന്ത്രിയെന്ന് അദ്ദേഹം കമാൻഡിങ് പവറും എല്ലാം തന്നെ ഈ സംഘടനയ്ക്ക് ഇന്നത്തെ ഈ രീതിയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളത് നമുക്കെല്ലാവർക്കും അദ്ദേഹത്തെ കുറിച്ച് കൂടുതൽ പറയുകയാണ്. അദ്ദേഹത്തിൻ്റെ കാൽപ്പാടുകൾ പിന്തുടർന്നുകൊണ്ട് ഈ സംഘടനയെ അച്ചടക്കത്തോടുകൂടി, അച്ചടക്കം അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഒരു അദ്ദേഹം സ്ഥാനത്ത് ഇരുന്ന ഘട്ടങ്ങളിലും അല്ലാതിരുന്നപ്പോഴും സംഘടനയുടെ അച്ചടക്കത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും നല്ല ഒരു നിലപാട് അദ്ദേഹം സ്വീകരിച്ചു. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ആരുടെ മുമ്പിലും അദ്ദേഹം തലകുനിക്കുന്ന ഒരു നേതാവായിരുന്നു. ആർജവത്തോടുകൂടി ഈ സത്യവും നീതിയും നടപ്പാക്കുന്നതിന് വേണ്ടി അദ്ദേഹം പരമാവധി പരിശ്രമിച്ചിട്ടുണ്ട് എന്ന് ഈ സംഘടനയെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി എല്ലാവരും ഐക്യത്തോടുകൂടി പ്രവർത്തിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ഒന്നുകൂടി സർവശക്തനുള്ള പരലോക ഭാരവാഹികളുടെ മീറ്റിംഗിലേക്കാണ് 10 മിനിറ്റ് മുമ്പേ, ഒരു 15 മിനിറ്റ് മുമ്പേ അദ്ദേഹം പാർട്ടി വേറൊരു കൃത്യനിഷ്ഠ എന്ന് പറയുന്നത് എന്ത് ജീവിതത്തിൽ തിരക്കുണ്ടെങ്കിലും മുസ്ലിം ലീഗിൻ്റെ ജില്ലാ ഓഫീസിൽ കാലത്ത് വന്ന് ഒരു 10 മിനിറ്റ് ഇരിക്കാതെ അദ്ദേഹം ഇറങ്ങിപ്പോകാറില്ല. അദ്ദേഹത്തെ പോലൊരു കൃത്യനിഷ്ഠ നേതാവ് ഇന്നുണ്ടാകുമോ എന്ന് എനിക്കറിയില്ല. സത്യം പറഞ്ഞാൽ അദ്ദേഹം സാഹിബ് വ്യക്തമായി സൂചിപ്പിച്ചാണ്
സംസ്ഥാനത്ത് പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പോലും എടുക്കാൻ കപ്പാസിറ്റിയുള്ള മാൻ പവറുള്ള ഒരു നേതാവായിരുന്നു. മറ്റ് ജില്ലയെ പോലെയല്ല, പാർട്ടിക്കകത്ത് ധാരാളം പ്രതിസന്ധികൾ പാർട്ടികളിലായിരുന്നു. ആ പ്രതിസന്ധിയൊക്കെ നെഞ്ചോട് ഏറ്റെടുത്ത് പാർട്ടിയുടെ നിലനിൽപ്പ് മാത്രം കാംക്ഷിച്ച് പ്രവർത്തിച്ച വലിയ നേതാവായിരുന്നു. ഒരുമിച്ച് നിൽക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ സംസ്ഥാന മുസ്ലിം ലീഗിൻ്റെ ഈ അനുസ്മരണ സമ്മേളനത്തിന് എല്ലാവിധ ആശംസ നേരുന്നു. എന്ന് പറയുന്നത് പാർട്ടിയുടെ സമ്മേളനമായിട്ടും ശരി, സമസ്തൻ്റെതായാലും ശരി, പള്ളിയിലെ ഗ്രൂപ്പ്സായാലും ശരി, റാത്തീവായാലും ശരി, ഇത്തരം കാര്യങ്ങളിലും അനൗൺസ്മെന്റിന്റെയും പ്രചരണത്തിന്റെ ചാർജ് ചെറുക്കളാണ്. ഒന്നിലേക്ക് വാർഡിൽ നിന്ന് പുറത്തുള്ള എൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്ന അവിടെ വെച്ചാണ്. അത് മുതൽ മരിക്കുന്നത് വരെ ചെറുക്കളത്തോടൊപ്പം ഒരിക്കൽ പോലും തെറ്റാത്ത വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ. ചിലപ്പോൾ പലതും പറയും, ചിലപ്പോൾ ഞാൻ അങ്ങോട്ട് പറയും. അത് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ പഞ്ചായത്തിലും ഓരോ വാർഡിലും വാർഡ് പ്രസിഡന്റ്മാരുമായി ബന്ധപ്പെട്ട് അത് നടപ്പിലാക്കാൻ സാധിക്കും. ഇന്നും കാസർഗോഡ് മുനിസിപ്പാലിറ്റി പലസ്ഥലത്തും ഇപ്പോൾ തുടരുന്നുണ്ട്. എൻ്റെ വാർഡിൽ 20 പേർക്കുണ്ടായിരുന്ന 50 പേർക്ക് സർക്കാർ പെൻഷൻ ശരിയാക്കി കൊടുത്തത് കൊണ്ട് അത് നിർത്തി. പിന്നെ 2-3 ആൾക്ക് കൊടുത്തുകൊണ്ടായിരുന്നു. ഇപ്പം അതും ഇല്ല. മറ്റു പല സ്ഥലത്തും ഇന്നും നഗരയിലെല്ലാം ഇന്നും കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളിങ്ങനെ എപ്പോഴും ദോഷൈക ദൃക്കായി ആളായി മാറാൻ ശ്രമിച്ചാൽ ഒരു മനുഷ്യൻ്റെയും ഒരു നന്മ നമുക്ക് കണ്ടെത്താൻ സാധിക്കില്ല. ഒരാളുടെ നന്മ പോലും നമുക്ക് കണ്ടെത്താൻ സാധിക്കില്ല. അപ്പോൾ നമ്മൾ പലപ്പോഴും തമസ്കരിക്കാനാണ്. അത് മനുഷ്യ സഹജമാണ്. എല്ലാവരുടെയും ഇഷ്ടപ്പെടുന്നത് അദ്ദേഹത്തിന് കുറേ ഗുണങ്ങൾ ഉണ്ടായിരുന്നു എന്നതുകൊണ്ടാണ്. ആ ഗുണങ്ങൾ എന്താണ് എന്ന് എന്നേക്കാൾ കൂടുതൽ അനുഭവിച്ചറിഞ്ഞ നേരിട്ട് മനസ്സിലാക്കി നിങ്ങളോട് ഞാൻ പ്രത്യേകം എടുത്തു പറയേണ്ട ആവശ്യമില്ല. അദ്ദേഹത്തിൻ്റെ എടുത്തു പറയേണ്ട ഒരു ഗുണം എന്ന് പറയുന്നത് ഒരുപക്ഷെ കേരളത്തിൽ തന്നെ ചെറുക്കളം അംഗീകാരം നേടിയിട്ടുള്ളത്, കേരളത്തിലെ എല്ലാ ആളുകളും ചെറുക്കളത്തെ ഇഷ്ടപ്പെട്ടിരുന്നത് അദ്ദേഹത്തിന്. നമുക്ക് ഒരു പരിപാടി പോയാൽ മന്ത്രിമാരെ കാത്ത് ഒരു 2-3 മണിക്കൂർ നമുക്ക് കാത്തി കിടക്കേണ്ടി വരും. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ ചെറുക്കളത്തിൻ്റെ ആ ഒരു പ്രത്യേകത കേരളത്തിലെ മുഴുവൻ ആളുകളും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. മറ്റൊന്ന് അഭിമാനപൂർവ്വം പറയാൻ ആഗ്രഹിക്കുന്നു, ആ 5-6 മണിക്കൂറിനുള്ളിൽ ചെറുക്കളം 5 മാസം കൊണ്ട് ചെയ്തു തീർക്കാവുന്ന പണികളൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഒരു ഉദാഹരണം മാത്രം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ ചെറുക്കളം MLA ആയിരുന്നപ്പോൾ ഞാനിതിൽ അന്ന് നെല്ലിക്കുന്ന് സ്കൂളിൻ്റെ മാനേജറായിരുന്നു, ഇന്നും മാനേജറാണ്. എനിക്ക് ഒരു KERൻ്റെ ഒരു പുസ്തകം വേണമായിരുന്നു. ഞാൻ ചെറുക്കളത്തോട് പറഞ്ഞു എനിക്ക് ഇങ്ങനെ ഒരു പുസ്തകം വേണമെന്ന്. അപ്പോൾ എനിക്ക് 1% പോലും ഉറപ്പില്ലായിരുന്നു. ആ തിരക്കിനിടയിൽ ചെറുക്കളം പിറ്റേ ദിവസം വരുമ്പോൾ ആ പുസ്തകം കൊണ്ടുവരും. പിറ്റേ ദിവസം വന്നു, എന്നെ വിളിച്ചു, എനിക്ക് ആ KER കേൾപ്പിച്ചു. ഇപ്പോഴാണ് ഞാൻ ഓർക്കുന്നത് ഒരു MLAക്ക് ആ ഒരു കാര്യം ചെയ്യാൻ എത്രമാത്രം ബുദ്ധിമുട്ടുണ്ട് എന്ന് ഞാൻ ഇപ്പോഴാണ് ഓർക്കുന്നത്. ഈ 6 വർഷത്തിൽ ഒരു നിമിഷം പോലും നമ്മൾ ഓർക്കാതില്ല ചെറുക്കളം വേണമായിരുന്നു. അപ്പോൾ ചെറുക്കളം വേണമായിരുന്നു എന്ന് നമ്മൾ ഓർക്കാനുള്ള കാരണം, അപ്പോൾ ഇന്നത്തെ കാലത്ത് അദ്ദേഹത്തിൽ മാത്രം കണ്ടിരുന്ന ചില പ്രത്യേകതകൾ ഇന്നത്തെ കാലത്ത് നമുക്ക് അനുഭവിക്കാൻ കഴിയണം എന്നുള്ള നമ്മുടെ ഒരു പ്രത്യേകത കൊണ്ടാണ് നമ്മൾ അതൊക്കെ ആഗ്രഹിച്ചത്. അപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നു, ഇപ്പോൾ MLA എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ചീഫ് സെക്രട്ടറിയേക്കാളും മുകളിൽ ഇരിക്കുന്ന ആളാണ്. ഇനി സാധാ പോലീസ് പോയിട്ട് DGP പോലും MLA കണ്ടാൽ സല്യൂട്ട് അടിക്കണം. നമ്മളിപ്പോൾ കാണുന്ന അവർക്ക് തോന്നും. പിന്നെ അവർ കയ്യിൽ മൊബൈൽ എടുത്ത് ഇങ്ങനെ മൊബൈലിൽ സംസാരിക്കുന്നത് പോലെ, കാരണം നമ്മൾ കണ്ടില്ല എന്ന് രഹസ്യമായി അന്യാന്യോഗത്തിന് പറഞ്ഞു. ചെറുക്കളം അങ്ങനെയല്ല ചെയ്തത്. ചെറുക്കളം അന്ന് റെയിൽവേ സ്റ്റേഷനിൽ ചെറുക്കളം ഇങ്ങനെ തിരുവനന്തപുരത്തേക്ക് പോകാൻ വണ്ടി ഇറങ്ങിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു പോലീസുകാരന് സല്യൂട്ട് അടിക്കാത്തത് കൊണ്ട് ആ പോലീസുകാരനോട് ചോദിച്ചു, നിങ്ങൾക്ക് കയ്യില്ലേ? നമ്മളെ കൊന്നുവരും. അപ്പൊ അതാണ് അന്നത്തെ ഇന്നത്തെ. എങ്കിലും ചെറുക്കളം അത് ഒരു MLAക്ക് കിട്ടേണ്ട ആനുകൂല്യ അവകാശമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം MLA ഇവിടെ പഴയ MLA ഇപ്പോഴത്തെ MLA അന്നത്തെ കാലഘട്ടവും ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്കറിയാം കാസർഗോഡ് ജില്ലയിൽ
എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇന്ന് രാഷ്ട്രീയത്തിൽ കാസർഗോഡിൻ്റെ ഏറ്റവും വലിയ നേതാവ്, രാഷ്ട്രീയ നേതാവ് എന്ന നിലയിൽ ചെറുപ്പത്തെയാണ് ഉയർത്തി കാണിച്ചിരുന്നത്. നമ്മുടെ CPM പോലും ഇന്ന് വേറൊരു നേതാവിൻ്റെ എല്ലാ അഭിപ്രായങ്ങളും ചോദിച്ചിരുന്നത് ചെറുപ്പത്തോടായിരുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ശക്തിയാണ്. അന്ന് വികാരം കൊള്ളുന്ന പ്രവർത്തകരെയും വിവേകാലികളായ ആളുകളെയൊക്കെ നിയന്ത്രിച്ചിരുന്നത് ചെറുപ്പം തന്നെയായിരുന്നു. അവരെയൊക്കെ ഒരുപോലെ താരതമ്യം ചെയ്യാൻ, എല്ലാവരെയും ഒരുപോലെ കൊണ്ടുപോകാനും ചെറുപ്പത്തിൽ സാധിച്ചു എന്നുള്ളത് നമുക്കറിയാം. നമുക്ക് എന്തൊക്കെ സാധിക്കുന്നു അത് അന്ന് ചെറുപ്പത്തെ വെച്ച് നമ്മൾ താരതമ്യം ചെയ്യുമ്പോഴാണ് നമ്മളൊന്നുമല്ല എന്ന് നമുക്ക്. അന്ന് വികാരം കൊള്ളുന്ന പ്രവർത്തകരെ പിടിച്ചു നിർത്താൻ അദ്ദേഹത്തിന് അതുപോലെ ഉള്ള കാര്യങ്ങൾ സാധിച്ചിരുന്നു. അതേപോലെ എല്ലാ ഉദ്യോഗസ്ഥന്മാരെയും നിലക്ക് നിർത്താൻ അദ്ദേഹം മന്ത്രിയായിരുന്നപ്പോഴും സെക്രട്ടറിമാരെ ഒപ്പിടാൻ തയ്യാറാകാതെ അതിനെതിരെ വന്ന സമയത്ത് അവരില്ലാത്ത സമയങ്ങളിൽ ടൈപ്പിസ്റ്റിനെ വെച്ച് തന്നെ കാര്യങ്ങൾ നടത്തിയ ചരിത്രമൊക്കെ നമുക്ക് 10:10 ഒരു സ്ഥലത്തും കൃത്യസമയത്ത് എത്തില്ല. അങ്ങനെയുള്ള മന്ത്രിമാർ ഇന്ന് കേരളത്തിൽ ഉണ്ട്. അപ്പോൾ ചെറുക്കളാതില്ല, പരിപാടി കൊടുക്കുമ്പോൾ തന്നെ 10 മണിക്ക് ഒരു പരിപാടി കൊടുത്താൽ അടുത്ത പരിപാടി നടക്കാത്ത കാര്യം നടക്കും. എനിക്ക് തോന്നി നടക്കാത്ത കാര്യം. ഞാൻ പിന്നീട് ചെറുപ്പത്തിൽ തകർന്നു പോയി നാദ എൻ ഹൃദയം, മരവിച്ചു മനസ്സുമെൻ ശരീരം. തകർന്നു പോയി നാദ എൻ ഹൃദയം, മരവിച്ചു മനസ്സുമെൻ ശരീരം. അറിഞ്ഞ ദുഃഖവാർത്ത ഞെട്ടലോടെ ലോകം വെടിഞ്ഞെന്നുള്ള വാർത്ത അബ്ദുള്ള സാഹിബോർ മന്നാനിലേക്കായി. ഇനിയാരുണ്ടെനിക്കാശ്വാസമേകാൻ, എരിയും പ്രശ്ന പരിഹാരങ്ങൾ കേൾക്കാൻ. നിഴൽ പോലെ അടുക്കും ആ മഹാനോർ, കരയും കൽബ് കണ്ടങ്ങോടിയെത്തും നിരാലംബർക്ക് തുണയായി നിന്നിടുവാൻ. അബ്ദുള്ള സാഹിബിന് മഗ്ഫിറത്തും മർഹമത്തുമേകൻ തമ്പുരാനേ. സുവർക്കത്തോപ്പിൽ ലിബാസബിയലാക്കി നടക്കുന്നുണ്ടോ ഞങ്ങളെ ആ മഹാനോർ. സുഗന്ധം കബറിലേക്കൊരിഞ്ഞിടല്ലാ. തകർന്നു പോയി നാദ എൻ ഹൃദയം, മരവിച്ചു മനസ്സുമെൻ ശരീരം. നിറഞ്ഞ നാലക്ഷരമിൽ ചേർത്ത് കൊരുത്ത മഹിത പെരുമാ. അല്ലാഹ്
അള്ളാന്റെ അടിമ അകതാരിൽ നാം ഓർത്തിയിടുന്ന സ്നേഹപ്പെരുമ. കാസർഗോഡിൻ കരൾ നിറച്ച നാമം ഇന്നും ഓർത്തിയിടുന്നു. കണ്ണും കരളും നൊന്തു കരഞ്ഞി നേരം പ്രാർത്ഥന നേർന്നിടുന്നു. വെളിച്ചമുള്ള ചിന്തകളിൽ അവർ വെളുത്ത സൽശീലങ്ങൾ കാത്തു. വെറുപ്പുമാറ്റി ഹൃദയച്ചാലിൽ സ്നേഹത്തിൻ തെളിനീരായൊഴുകി. തർക്കം തീർക്കാൻ ചേർക്കളമെന്നും വീടിനുള്ളിൽ വേദിയൊരുക്കി. തമ്മിൽ കലഹിക്കുന്നവരെയും ഒന്നായി തീർക്കാൻ സമയമൊരുക്കി. നിറഞ്ഞ നാലക്ഷരമിൽ ചേർത്ത് കൊരുത്ത മഹിതപ്പെരുമ. അള്ളാന്റെ അടിമ അകതാരിൽ നാം ഓർത്തിയിടുന്ന സ്നേഹപ്പെരുമ. ചേർക്കളം അബ്ദുള്ള മാതൃകയായി വീടരുമൊത്ത് സ്നേഹത്തേരിൽ നല്ലൊരു ജീവിതം അവരുമൊരുക്കി. മക്കൾക്കെല്ലാം അറിവും മികവും നൽകി ഉത്തമ പാതയൊരുക്കി. മഹിതമൊരാശയം അവരിൽ ചേർത്തു പിടിച്ചു ജീവിത സമയം വരെയും. നന്മ നിറഞ്ഞ നാലക്ഷരമിൽ ചേർത്ത് കൊരുത്ത മഹിതപ്പെരുമ. അള്ളാന്റെ അടിമ അകതാരിൽ നാം ഓർത്തിയിടുന്ന സ്നേഹപ്പെരുമ. ചേർക്കളം സ്നേഹത്തിന്റെ കൈലേസായി. കാതം ദൂരയകന്നാലും അവർ നാടിൻ ശബ്ദം കേട്ടു നടന്നു. മുന്നിൽ വന്നു നിറയുന്നൊത്തിരി സ്മരണകളാലെ ചേർക്കളമെന്നും മുന്നിലെങ്കി മറിയുന്നു കണ്ടിടും ചിരിയും. നാലക്ഷരമിൽ ചേർത്ത് കൊരുത്ത മഹിതപ്പെരുമ. അള്ളാന്റെ അടിമ അകതാരിൽ നാം ഓർത്തിയിടുന്ന സ്നേഹപ്പെരുമ. കാസർഗോഡിൻ കരൾ നിറച്ച നാമം ഇന്നിടുന്നു. അതിന്റെ സൗന്ദര്യം പറഞ്ഞറിയിക്കാനാവില്ല. കാൽനൂറ്റാണ്ടിന്റെ സുവർണ പാരമ്പര്യം. സിറ്റി ഗോൾഡ്, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മറ്റേതിനേക്കാളും മികച്ചത് നൽകുമെന്ന ഉറപ്പ് എന്നെ ഞാനാക്കി മാറ്റി. ശരിയാണ്, അത് അത്രമേൽ അമൂല്യമാണ്. യഥാർത്ഥ 916 സ്വർണ്ണാഭരണങ്ങളുടെ വിപുലമായ ഷോറൂം സിറ്റി ഗോൾഡ്, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഇനി ചെറുവത്തൂരിലും പൊന്നിന് പൂക്കാലം. സിറ്റി ഗോൾഡ്, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചെറുവത്തൂർ, കേരള, കർണാടക. Venus Trading and Services, your trusted partner in Qatar. Looking for reliable services in Qatar? Welcome to Venus Trading and Services, your trusted partner near Al Said Bakery in Muntasa, Doha. Let us introduce our range of activities. At Venus Trading and Services, we offer certificates attestation in India and Qatar, legal translation in several languages, police clearance certificates, data flow and prometric,
company formation, health card services. Our experienced team ensures smooth and hassle-free processes. Choose Venus Trading and Services as your trusted partner in Qatar. Contact us today 55488910. Venus Trading and Services near Al Said Bakery in Muntasa, Doha. Partner with Al Farha Tours and Service. ലക്ഷ്യം മികച്ച ജോലിയാണെങ്കിൽ പഠിക്കാം റൂട്രോണിക്സിന്റെ ഗവൺമെന്റ് അംഗീകൃത കോഴ്സുകൾ. കേരളത്തിലുടനീളമുള്ള അംഗീകൃത പഠന കേന്ദ്രങ്ങൾ വഴി SSLC, +2, ഡിപ്ലോമ, ഡിഗ്രി പഠനം പൂർത്തിയാക്കിയവർക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. SC/ST വിദ്യാർത്ഥികൾക്ക് 100% സൗജന്യവും ഒപ്പം മറ്റ് വിഭാഗങ്ങൾക്ക് നിബന്ധനകളോടെ 20% വരെ ഫീസ് ഇളവിലും പഠിക്കാൻ അവസരം. PSC നിയമനങ്ങൾക്ക് യോഗ്യമായ ഗവൺമെന്റ് അംഗീകൃത കോഴ്സുകൾ കൂടാതെ റൂട്രോണിക്സ് സർട്ടിഫൈഡ് കോഴ്സുകളും തിരഞ്ഞെടുക്കാം. കമ്പ്യൂട്ടർ പരിജ്ഞാനം നേടാം, ജോലി സാധ്യതകൾ കൂടുതൽ ഉറപ്പുള്ളതാക്കാം. കേരള സ്റ്റേറ്റ് റൂട്രോണിക്സിലൂടെ സുരക്ഷിതമായ ഭാവിക്ക് ഉറപ്പുള്ള അടിത്തറ. വിളിക്കൂ 9072-767-005 or visit www.eduskilling.com. കണ്ടില്ലേ, ഭാഗ്യത്തിനാണ് ആ കുട്ടി രക്ഷപ്പെട്ടത്. അവരുടെ മനസ്സിൽ ചിലപ്പോൾ അവരുടെ കൂട്ടുകാരോ അവരുടെ വീട്ടുകാരോ അവർ കളിച്ച കളികളോ മറ്റോ ആയിരിക്കാം. അവർക്ക് ട്രാഫിക് നിയമങ്ങളൊന്നും തന്നെ അറിയണമെന്നില്ല. കുട്ടികളെ, നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക. നിങ്ങൾ ആ വീഡിയോ കണ്ടില്ലേ? അതുപോലെ നിർത്തിയിട്ടിരിക്കുന്ന ഒരു വാഹനത്തിന്റെ മുന്നിലൂടെയോ പിന്നിലൂടെയോ അശ്രദ്ധമായി ഒരിക്കലും റോഡ് ക്രോസ് ചെയ്യരുത്. ക്ലാസ് മുറിയിൽ നിങ്ങൾ എത്ര ശ്രദ്ധിച്ചിരിക്കുന്നുവോ അതുപോലെ തന്നെ നിങ്ങൾ റോഡിലും